ഒന്നും ഈ സമൂഹം ഉണ്ടായിട്ടില്ല കേട്ടോ. അവിടെ ഒന്നും നമുക്ക് പങ്കുണ്ടായിട്ടില്ല, നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ എന്ത് പ്രശ്നമാ മുസ്ലിം ഉണ്ടാക്കിയത്? ഒന്ന് പറ, ഏതെങ്കിലും ഒന്ന് പറ. ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്താ? സ്വതന്ത്ര ഇന്ത്യയിലും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം രാഷ്ട്രപിതാവിന്റെ മരണമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മരണപ്പെട്ടപ്പോൾ ആ ചോരയിൽ മുസ്ലിങ്ങൾക്ക് പങ്കുണ്ടായിട്ടില്ല, ഒരു പങ്കുമില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരിതം എന്താണ്? തന്റെ ഓഫീസിലേക്ക് വീട്ടിൽ നിന്ന് നടന്നു പോകുമ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഗാന്ധി വെടിയേറ്റ് മരിച്ചു. ബിയാന്ത് സിംഗിന്റെ വെടിയേറ്റ് ശ്രീമതി ഗാന്ധി മരിക്കുമ്പോഴും മുസ്ലിമിന്റെ മുഖത്തേക്ക് കര പുരണ്ടിട്ടില്ല, മുസ്ലിമിന്റെ കയ്യിലേക്ക് ചോര തെറിച്ചിട്ടില്ല. സകലമാന സെക്യൂരിറ്റി സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ട് തനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊടുത്ത ബൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അവളും രാജീവും ശ്രീപെരുമ്പുദൂരിൽ തീഗോളമായി മാറിയപ്പോഴും മുസൽമാന്റെ മുഖത്തേക്ക് ചോരയോ മാംസമോ തെറിച്ചിട്ടില്ല. നമ്മൾ ആരും അതിൽ പങ്കുവച്ചിട്ടില്ല. പിന്നെ എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത് ഈ രാജ്യത്ത്? എന്ത് വൃത്തികേടാ മുസ്ലിങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയത്? ഇക്കണ്ട പത്രപ്രവർത്തകരും മാധ്യമങ്ങളും ഒക്കെ അതിർത്തിയിൽ മരിച്ചു വീണ ഏതോ ഒരു മലപ്പുറം ജില്ലക്കാരന്റെ പേരിൽ മലപ്പുറം ജില്ലയിൽ തീവ്രവാദം പടരുന്നു എഴുതുമ്പോ ഈ രാജ്യത്ത് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയവരുടെ പട്ടിക നീണ്ടതല്ലേ? രാജ്യത്തിന്റെ ഔദ്യോഗിക രഹസ്യം വരെ ചോർത്തിക്കൊടുത്ത കൂമർ നാരായണന്റെ കഥ കഴിഞ്ഞു പോയിട്ടില്ലേ? മുസ്ലിമിന്റെ പേരിൽ ഇമെയിൽ അയച്ച മുസ്ലിം കുട്ടിയുടെ വാർത്ത പത്രത്തിൽ വരുന്നില്ലേ? ഞങ്ങൾ ആരും അതിനെ ന്യായീകരിക്കുന്നില്ല. അന്യ സമുദായക്കാർ ഇന്ത്യയെ എതിർത്തു എന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയത് എന്നും ഞങ്ങൾ പറയുന്നില്ല. നമുക്ക് അങ്ങനെയൊന്നും വാദമില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരിക്കലും ഇന്ത്യക്കെതിരോ ദേശസ്നേഹമില്ലാത്തവരോ അല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗം. ആരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഈ മണ്ണിനോടൊരു കൂറുണ്ട്, ജനിച്ച മണ്ണിനോടൊരു കൂറ്. ഇന്ത്യ മഹാരാജ്യത്തെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം വിജയിച്ചിരുന്നുവെങ്കിൽ ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? മഹാനായ ബഹദൂർ ഷാ സഫർ. ആരാണിത് പറഞ്ഞത്? എല്ലാ ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. നാനാ സാഹിബും താന്തിയ തോപ്പിയും ഝാൻസി റാണിയും നാലാമൻ ബഹുമാന്യനായ ബഹദൂർ ഷാ സഫർ. ഈ 4 പേരാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. 857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നാനാ സാഹിബും താന്തിയ തോപ്പിയും ഝാൻസി റാണിയും പിന്തുണ പ്രഖ്യാപിച്ചതാർക്കാ? ബഹദൂർ ഷാ സഫറിന്. അവർ ബഹദൂർ ഷായോട് പറഞ്ഞു, നമ്മുടെ ഈ സമരത്തിൽ വിജയിച്ചാൽ ഇന്ത്യയുടെ നായകൻ താങ്കളാണ്. ആ ബഹദൂർ ഷാ സഫർ ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനെതിരെ കെണിയൊരുക്കിക്കൊണ്ട് പിടിച്ചുകൊണ്ടുപോയി ബർമയിലേക്ക് റംഗൂണിലെ ജയിലിൽ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ പൊതി ഉണ്ടായിരുന്നു. ചരിത്രം പറയുന്നു, വിടാതെ കയ്യിൽ പിടിച്ച ഒരു പൊതി. ആ പൊതി തുറന്നു നോക്കുമ്പോൾ തൂക്കിലേറ്റാൻ വേണ്ടി അദ്ദേഹത്തെ കഴുമരത്തിൽ നാട്ടിയിട്ട് കഴുത്തിൽ കുരുക്കിട്ട ശേഷം അദ്ദേഹം ആ പൊതി കയ്യിൽ കൊടുത്തു. അതുവരെ പിടിവിടാത്ത പൊതി. അത് തുറന്നു നോക്കുമ്പോൾ അതിലൽപ്പം മണ്ണ്, അതിൽ ചെറിയൊരു വാചകം. അതെന്റെ അന്ത്യാഭിലാഷമാണ്. അന്ത്യാഭിലാഷം മേരി അന്തിം നീന്ദ് മാതൃഭൂമിക്ക് മിട്ടി പ്രസോ. എന്റെ മാതൃഭൂമിയുടെ മണ്ണിലെ ഞാൻ അവസാനം ഉറങ്ങും. അതിന്റെ അർത്ഥം എന്താ? ഇതെന്റെ നാടിന്റെ മണ്ണാണ്. ഞാൻ മരിച്ചു വീടുമ്പോ എന്നെ കബറടക്കുന്നത് എവിടെ വെച്ചാണെങ്കിലും ശരി, നിങ്ങൾ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയാലും ശരി, എവിടെ കൊണ്ടുപോയാലും ശരി, എന്റെ മയ്യത്തിന്റെ കൂടെ എന്റെ നാടിന്റെ അല്പം മണ്ണിടണം. നിങ്ങൾ പോയി നോക്ക്, അന്തമാനിലെ സെല്ലുലാർ ജയിൽ ദേശസ്നേഹികളെ മുഴുവൻ കൊണ്ടുപോയി 1921 പീഡിപ്പിച്ച ജയിലാണത്. അതിന്റെ ജയിലറുടെ ഞാൻ കണ്ടു, അത്ഭുതപ്പെട്ടു പോയി. ജയിലിന്റെ ഓരോ സെല്ലിന്റെ ഓടാമ്പലിന് നമ്മുടെ ഒലക്കയുടെ ഭാരമുണ്ട്. അത്ര വലിയ ജയിലറാണ്. ആ ജയിലിലേക്ക് പ്രവേശിക്കുമ്പോൾ ജയിലിന്റെ പ്രധാന കവാടത്തിന്റെ ഇടതുവശത്ത് മനോഹരമായ ഹിന്ദി ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നു ബഹദൂർ ഷാ സഫറിന്റെ ഈ വാചകം: ഞാൻ എന്റെ അവസാനത്തെ നിദ്ര എന്റെ മാതൃഭൂമിയുടെ മണ്ണിലെ ഉറങ്ങൂ. അതാണ് എന്റെ ആഗ്രഹം. ബഹദൂർ ഷാ സഫറിന്റെ ഈ വാചകം ചരിത്രത്തിൽ മായ്ച്ചു കളയാൻ കഴിയാത്തത് കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഗവൺമെന്റ് വളരെ മനോഹരമായി സെല്ലുലാർ ജയിലിന്റെ ഭിത്തിയിൽ മനോഹരമായി ബഹദൂർ ഷാ സഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്ക് എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ പലതവണ കണ്ടു അന്തമാനിൽ പോയപ്പോൾ. അത്ര വലിയ ചരിത്രമാണ് ഈ രാജ്യത്തിന് പറയാനുള്ളത്. ദേശസ്നേഹിയായ ബഹദൂർ ഷാ സഫറിന്റെ പിന്മുറക്കാർ, ആ പിന്മുറക്കാർ ഈ രാജ്യത്തിനെതിരല്ല. എവിടെയെങ്കിലും ഒരു കുട്ടി ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരുത്തനൊരു ബസ് കത്തിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തനൊരു ബോംബ് വെച്ചു, ഇവിടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ എത്ര മനുഷ്യനെ കൊല്ലുന്നു? ഇവിടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ എത്ര ആളുകൾ ബോംബ് വെക്കുന്നു? രാഷ്ട്രീയത്തിന്റെ പേരിൽ ട്രെയിൻ തടയുന്നു, ബോംബ് വെക്കുന്നു, നടക്കുന്നില്ലേ? എന്നതുപോലെ നമ്മുടെ രാജ്യത്ത് ഏതോ ഒരു മതഭ്രാന്തൻ ചെയ്ത പ്രവർത്തനം എന്ന് പറഞ്ഞതിനെ തള്ളിക്കളയാനുള്ള ബുദ്ധി വേണം. അതേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഇസ്ലാമിന്റെ പേരിൽ ഒരിക്കലും ഞങ്ങൾ അതിനെ ന്യായീകരിക്കില്ല. ഇനി മലപ്പുറം ജില്ലയിലെ ലോകത്ത് എവിടെ ഒരു മുസ്ലിം അത്തരം പ്രവർത്തനം ചെയ്താലും ഞങ്ങൾ അതിനെതിരാണ്. പിന്നെന്താ, ഞങ്ങളെ വിശ്വസിച്ചു? എന്തിനാ ഇസ്ലാമിനെ വേലിപ്പുറത്ത് നിർത്താൻ നിൽക്കുന്നത്? ഞങ്ങൾ അത്തരം പ്രവണതയെ 100% തള്ളിക്കളയുന്നു.
നീ നടന്നു പോകുന്ന വഴിയിൽ ഒരു മുള്ള് കണ്ടാൽ എടുത്തിടണമെന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നടക്കുന്ന വഴിയിൽ ഒരു മുള്ള് ഉണ്ടാവാൻ പാടില്ല, മുള്ള്. പിന്നെ കുപ്പിച്ചില്ല ഒരു മുള്ള്, കല്ലും മുള്ളും നടക്കുന്ന വഴിയിലാണെങ്കിൽ എടുത്തു നീക്കണം എന്നാ പറയും. എടുത്തു നീക്കണം. പിന്നാലെ വരുന്നത് വർഗീയവാദിയാണെങ്കിലും ശത്രുവാണെങ്കിലും മൃഗമാണെങ്കിലും അതിന് കുത്താൻ പാടില്ല. അപ്പൊ നമ്മൾ നടക്കുന്ന വഴിയിൽ ഒരു മുള്ള് പോലും കണ്ടാൽ അത് എടുത്തു വെക്കൽ വിശ്വാസിയുടെ ഭാഗമാണ്. സുബഹി നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പോകുന്ന ഒരു മനുഷ്യൻ ഒരു കുപ്പിച്ചില് വഴി കണ്ടാൽ എടുത്തിട്ടുള്ള, ഇല്ലെങ്കിൽ ഈമാൻ പൂർണ്ണമാവില്ല. ഇത് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. അങ്ങനത്തെ മതത്തിന്റെ അനുയായി ബോംബ് കൊണ്ടുപോയി ബസ്സിലും ട്രെയിനിലും വെക്കുമോ? നിങ്ങൾ ചിന്തിക്കുക. വെച്ചാൽ അവൻ മുസ്ലിമാണോ? അന്യനെ കൊന്നിട്ട് നമുക്ക് എന്താണ് ഇവിടെ നേടാനുള്ളത്? നമ്മുടെ രാജ്യത്ത് കുറെ ആളുകളെ കൊന്നുകൊണ്ട് ഇസ്ലാമിനെ സ്ഥാപിക്കാൻ ആരാ നമ്മളോട് പറഞ്ഞത്? അങ്ങനത്തെ ഒരു പ്രവണത മുസ്ലിങ്ങൾ എവിടെ പ്രചരിപ്പിച്ചു? ആര് പഠിപ്പിച്ചു? അതാണ് നമ്മൾ ചോദിക്കുന്നത്. മനുഷ്യന്റെ സ്വൈരം കെടുത്തുന്ന ഒരു പ്രവർത്തനം അൽ ഫിത്നതു നായിമ. ഫിത്ന ഉറങ്ങിക്കിടക്കുകയാണ്. ലഅനല്ലാഹു മൻ ഐകലഹ, ലഅനല്ലാഹു മൻ ഐകലഹ. ഫിത്നയെ തൊട്ടുണർത്തിയവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിത്ന ഉറങ്ങിക്കിടക്കാൻ ഒരിക്കലും ഫിത്ന ഉണ്ടാക്കരുത്. മതത്തിൽ നമുക്ക് ശത്രുത ആരോട് മാത്രമേ ഉള്ളൂ? നമ്മളോട് മതം വിശ്വസിച്ചതിന്റെ പേരിൽ നമ്മളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ആൾ, നമ്മൾ മുസ്ലിങ്ങളായി എന്നതിന്റെ പേരിൽ നമ്മളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വരുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരുണ്ടോ? അവരോട് നമ്മൾ സമരം ചെയ്യും. ആ സമരത്തിന്റെ രീതി എന്താ? ഇവിടെ കിത്താലാണോ? അല്ല. ഇവിടെ നമ്മളോ അവരോട് ഇറങ്ങി പുറപ്പെടുന്നത് എങ്ങനെയാ? ജനാധിപത്യ മാർഗം സ്വീകരിച്ചുകൊണ്ട് അവരെ പ്രതിരോധിക്കണം. BJP നമ്മൾ ഇറക്കിയത് എങ്ങനെയാ? സമരം ചെയ്തിട്ടല്ല, ഇലക്ഷനിൽ വോട്ട് ചെയ്ത്. ജനാധിപത്യ രീതിയിൽ ഒരു സംഘം ചേരാൻ നമുക്കിവിടെ അവകാശം ഉണ്ടല്ലോ. അങ്ങനെ ഒരുമിച്ച് നിന്ന് മുസ്ലിങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ നോക്കുക. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ജനാധിപത്യ രീതി സ്വീകരിക്കുന്നതിന് പകരം ഇവിടെ അപകടകരമായ രീതി സ്വീകരിക്കാൻ ആര് പറഞ്ഞു നമ്മളോട്? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പറഞ്ഞ മാർഗം. നമ്മൾ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ രാജ്യത്തെ പ്രശ്നം. മുസ്ലിങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് ശരിക്കും ഇബാദത്തോടുകൂടി ഇസ്ലാമിക ജീവിതം നയിച്ചു നോക്കൂ. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് തന്നെ കഴിയും. കേരളം മാതൃകയല്ലേ? നിയമാധിഷ്ഠിത വ്യവസ്ഥയിലൂടെ നമുക്കിത് പരിഹരിക്കാൻ കഴിയും. ആ മാർഗം അവലംബിക്കുന്നതിന് പകരം മുസ്ലിങ്ങൾ കക്ഷികളായി ഭിന്നിക്കുക, ഓരോരുത്തരും തമ്മിലടിക്കുക, പുതിയ പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുക, പുതിയ പുതിയ സംഘടനകൾ ഉണ്ടാവുക, അങ്ങനെ ദീനിൽ നിന്ന് ആളുകൾ ഭിന്നിച്ചകലുക. ഇതല്ലേ സംഭവിക്കുന്നത്? ഒരു ഭാഗത്ത് പണം നൽകുന്ന സംവിധാനത്തോടുകൂടി മദ്യപിച്ചും വ്യഭിചരിച്ചും കൂത്താടി നടക്കുന്ന ഒരു കൗമ്, കള്ളുകുടിയന്മാർ, വൃത്തികേട് ചെയ്യുന്നവർ, ദിനന്റെ പത്രം വായിക്കുന്നവരല്ലേ നിങ്ങൾ? കല്യാണത്തിന്റെ പേരിലൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നം എന്താ? അല്പം പണമുണ്ട് എന്നതിന്റെ പേരിൽ തലേന്ന് കല്യാണം വെച്ചിട്ട് മദ്യപിക്കുന്ന കുട്ടികൾ, കള്ളു കുടിച്ച് കൂത്താടുന്നവർ. ഈ രീതിയിൽ ഇസ്ലാം നിരോധിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്താ പറയാനുള്ളത്? ഇസ്ലാമിലേക്ക് പൂർണ്ണമായി നമ്മൾ മടങ്ങണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഈ ഭീകരത വളർത്തുന്നതിൽ സാമ്രാജ്യത്വ ശക്തികൾക്കും ഒരു ചെറിയ പങ്കുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വം തകർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഭീകരതയും തീവ്രതയും ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇവർക്കും ഒരു ചെറിയ പങ്കുണ്ട്. ഓരോ രാജ്യത്തും സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ബോംബ് പൊട്ടിച്ചിട്ട് ആ രാജ്യം സുരക്ഷിതമല്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വിദേശ ഇടപെടലുകൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നു. നമ്മുടെ രാജ്യത്തെ പൂർവ്വകാല തീവ്രവാദികളുടെ മുഴുവൻ ബന്ധം വിദേശത്താണല്ലോ. നിങ്ങൾ ഓർത്ത് ഉൾഫ തീവ്രവാദികളുടെ ബന്ധം എവിടെയായിരുന്നു? സിഖ് തീവ്രവാദികളുടെ ബന്ധം എവിടെയായിരുന്നു? ലണ്ടനിലായിരുന്നില്ലേ? നമ്മുടെ രാജ്യത്ത് സിഖ് തീവ്രവാദികൾക്ക് മുഴുവൻ പിൻബലവും ലണ്ടനിൽ നിന്നാണ് കൊടുത്തിരുന്നത്. അതുപോലെ അമേരിക്കയിൽ നിന്നായിരുന്നു നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വ തീവ്രവാദികൾക്ക് സകല സംവിധാനം കൊടുത്തിരുന്നത്. അവർക്ക് ആയുധങ്ങൾ വരെ എത്തിച്ചു കൊടുത്തിരുന്നത്. ആ ഒരു ബന്ധം തീവ്രവാദ സംഘടനകൾക്ക് വിദേശമായി ഉണ്ടാവും. എന്താ? വിദേശികൾക്കുള്ള താല്പര്യം പുരോഗമിക്കുന്ന ഒരു രാജ്യത്തെ പ്രശ്നമുണ്ടാകണം. പ്രശ്നമുണ്ടാകുമ്പോഴേ അവർക്ക് ഇടപെടാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പുറകോട്ട് പോകും. ഇവിടെ ഹിന്ദുവും മുസ്ലിമും അന്യമതസ്ഥരും ഒക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ത്യക്കാരെന്നൊരു തിരിച്ചറിവ്. പ്രശ്നമുണ്ടാക്കുന്നവരെ പുറത്തു നിർത്താനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. ഈ പ്രശ്നക്കാരായി കാണാം. ബോംബ് പൊട്ടിച്ചാൽ അത് മുസ്ലിമാണെന്ന് ചിന്തിക്കുന്നതിന് പകരം അത് പൊട്ടിച്ചവൻ ഇന്ത്യയുടെ ശത്രുവാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ പോലീസുകാർ 2 ദിവസം കാത്തു, 3-ാം ദിവസം ഒരു രേഖാചിത്രം തയ്യാറാക്കും. രേഖാചിത്രത്തിന് താടി ഉണ്ടായാലും മുസ്ലിം ആവും ചെയ്യും. അങ്ങനെ നമ്മുടെ പോലീസ് ചെയ്യാം. ഈ അപകടമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് വലിയ പ്രശ്നം. വേലിപ്പുറത്ത് മുസ്ലിങ്ങളെ ഏർപ്പാടാദ്യം നിർത്തണം എന്ന് കരുതി വേറെ മതക്കാരെ പ്രതിക്കൂട്ടിലാക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. മുസ്ലിം തെറ്റ് ചെയ്താൽ തെറ്റാണ്, പിടിക്കണം, ശിക്ഷിക്കണം. എന്നതുപോലെ തന്നെ ഹൈന്ദവനും ക്രൈസ്തവനും ആര് തെറ്റ് ചെയ്താലും പിടിക്കണം, ശിക്ഷിക്കണം. കക്ഷി ഭേദമന്യേ ശരിക്കും ശിക്ഷിക്കേണ്ടവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ ശാരീരിക പ്രയാസം കൊണ്ട് അത് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവസാനമായി എനിക്ക് ഒരൊറ്റ കാര്യം പറയാൻ